ബിഗ് ബോസ് മലയാളം സീസൺ 7 ഫൈനലിൽ എത്തിയതോടെ ബിഗ് ബോസ് താരവും യൂട്യൂബറുമായി സായികൃഷ്ണ പറഞ്ഞ വാക്കുകൾ ശ്രദ്ധ നേടുകയാണ്. സീസൺ അവസാനിച്ച ശേഷം ഉണ്ടാകാനുള്ള സാധ്യതയിലെ ഏറ്റവും വലിയ സംഭവമാണ് സായികൃഷ്ണ സംസാരിച്ചത്. അനുമോളെ വിമർശിച്ചാണ് സായികൃഷ്ണ സംസാരിച്ച് രംഗത്ത് വരുന്നത്. ജിഞ്ചർ മീഡിയ എന്റർടൈൻമെന്റ്സുമായുള്ള അഭിമുഖത്തിലാണ് താരത്തിന്റെ പരാമർശം ഇങ്ങനെയായത്. കഴിഞ്ഞ ദിവസം ബിഗ് ബോസ് സീസൺ 7 വിജയിയായി അനുമോൾ വന്നിരുന്നു. ബിഗ് ബോസ് കഴിഞ്ഞിറങ്ങിയതും അനുമോളുമായുള്ള കൂടിക്കാഴ്ചയെ താൻ വലിയൊരു ഫൈറ്റ് പ്രതീക്ഷിക്കുന്നു എന്നാണ് സായികൃഷ്ണ പറഞ്ഞത്. 1,00,000 രൂപയ്ക്ക് PR കൊടുത്തു എന്നാണ് അനുമോൾ തുറന്നു പറഞ്ഞത്. കണക്കുകൾ കേൾക്കുന്നത് 16 ലക്ഷം രൂപയാണ്. പൈസ കുനിഞ്ഞു പിടിച്ചാണ് വാങ്ങിയത് എന്നുമാണ് അനുമോളും അവരും തമ്മിലുള്ള പ്രശ്നങ്ങളിൽ എല്ലാവരും സോഷ്യൽ മീഡിയയിൽ പറയുന്നത്. ലക്ഷ്മി എന്നീ രണ്ടെണ്ണത്തിന് എനിക്ക് സഹിക്കാൻ കഴിയില്ല. അവരുടെ വായിൽ നിന്ന് എന്തൊക്കെയാ വരിക എന്ന് പറയാൻ സാധിക്കില്ല. ചിലപ്പോൾ ഞാൻ പേടിച്ചോടും, അല്ലെങ്കിൽ എൻ്റെ വായിൽ നിന്ന് എന്തെങ്കിലും വന്നു പോകും. ഈ രണ്ടു പേരുടെയും പ്രകൃതമായുള്ള എൻ്റെ അകന്നു നിൽക്കുന്നതാണ് എല്ലാവർക്കും നല്ലത്. നമ്മുടെ ഐഡിയോളജിയും പേഴ്സണലുമായി ഒരു ബന്ധവുമില്ലാത്ത വേറെ ഏതോ ഗാലക്സിയിൽ കിടക്കുന്നവരാണ് ഇവർ രണ്ടുപേരും. അവരുമായി കണക്ട് ആവണമെങ്കിൽ ഭയങ്കരമായ പാടാണെന്നും സായികൃഷ്ണ പറയുന്നു. PR കൊടുക്കുന്നത് മോശം കാര്യമല്ല. ബിഗ് ബോസിനും PR ഗുണം ചെയ്യാറുണ്ട്. PR തെറ്റുമല്ല. പക്ഷേ അതങ്ങനെ ആക്കരുത്. ആ മത്സരാർത്ഥികൾക്ക് വേണ്ടിയുള്ള പണി മാത്രം എടുക്കുക, അല്ലാതെ ബാക്കിയുള്ള മത്സരാർത്ഥികൾക്കും അവരുടെ വീട്ടുകാർക്കും അടിച്ചമർത്തിക്കൊണ്ടായിരിക്കരുത് അനുമോൾ ചെയ്ത പോലെ PR വർക്ക് ചെയ്യേണ്ടത്. ഇക്കാര്യം അനുവിന് നേരത്തെ അറിയാമായിരുന്നുവെന്നും സായികൃഷ്ണ പറയുന്നു. ഇനിയുള്ള സീസണിൽ ഇത് പ്രതീക്ഷിച്ചാൽ മതി. എന്നാൽ സീസണിൽ നിന്നും പുറത്തിറങ്ങിയ അനുമോൾക്ക് ഇനി വലിയ രൂപത്തിലുള്ള പ്രശ്നങ്ങളാണ് നേരിടാനിരിക്കുന്നത് എന്നും സായികൃഷ്ണ പറയുന്നു. PR വർക്കുമായുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ അനുമോൾ ഇനി നേരിടാൻ പോകുന്നതേ ഉള്ളൂ. അത് ഉറപ്പാണെന്നും സായികൃഷ്ണ പറയുന്നു. ബിഗ് ബോസ് 6ാം സീസൺ മത്സരാർത്ഥിയായിരുന്നു സായികൃഷ്ണ. വൈൽഡ് കാർഡ് എൻട്രിയായാണ് സായികൃഷ്ണ ബിഗ് ബോസിലേക്ക് എത്തിയത്. സായികൃഷ്ണയുടെ എൻട്രിയിൽ പ്രതീക്ഷിച്ച വലിയൊരു പ്രതീക്ഷ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ പ്രതീക്ഷിച്ചവർക്ക് ഗെയിം വന്നില്ല. ഇതിനെക്കുറിച്ച് സായികൃഷ്ണ സംസാരിച്ചിട്ടുമുണ്ട്. ഞാൻ ഗെയിം കളിച്ചപ്പോൾ പലരും എന്നെ കുറ്റപ്പെടുത്തി. നീ എന്ത് ഗെയിമാണ് കളിക്കുന്നത് എന്ന് ബിഗ് ബോസ് വരെ എന്നോട് ചോദിച്ചു. ഞാൻ പിന്നെ ബിഗ് ബോസ് പറയുന്ന ഗെയിം കളിക്കാനാണോ പോയത്? അല്ല, അവരൊരു ഗെയിം ഇടും, അത് പൊളിക്കണം. ഞാൻ അങ്ങനെയാണ് കളിച്ചത്, അല്ലാതെ ഒപ്പമുള്ള മത്സരത്തിലൊരു ഗെയിം കളിക്കാൻ പോയിട്ടല്ല. എന്നെ വിന്നറാകണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുമില്ല. ജിൻഡു എന്ന വന്മരം നിൽക്കുന്നത് ഒരു സൈഡിൽ ജാസ്മിനും ഒരു സൈഡിൽ അർജുനും പണിപ്പെട്ടിയെടുക്കണമെന്നാണ് ഞാൻ കരുതിയത്. വിന്നറും പെട്ടിയെടുത്ത് എല്ലാം സീസണിലും ചർച്ചയാകും. ഫിനാൻഷ്യലി ലാഭമാകും അത്. അങ്ങനെയാണ് മണി ബിഗ് ബോസിലെത്തുന്നത് എന്നും സായികൃഷ്ണ തുറന്നു പറയുന്നു. അനുമോളുടെ അവസ്ഥ ഇനി വളരെയധികം മോശമായിരിക്കുമെന്നും അനുമോൾ ഇനി പുറത്ത് നേരിടാനിരിക്കുന്ന കാര്യങ്ങളെപ്പറ്റിയും സായികൃഷ്ണ തുറന്നു പറയുകയാണ്. നിങ്ങൾക്ക് അനുമോൾ ഇഷ്ടമാണോ എന്ന കാര്യം വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്ത് പറയുക. വാർത്തകളും വിശേഷവും എത്രയും പെട്ടെന്ന് അറിയാൻ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ്.